മല്ലിയിലയും പുതിനയിലയും ഇനി മാസങ്ങളോളം ഫ്രീസായി സൂക്ഷിക്കാം. കേടുകൂടാതെ ഫ്രീസറിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ഈ രീതിയിൽ സൂക്ഷിച്ചാൽ ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ എടുത്ത് ഉപയോഗിക്കാം. ഇതിനകത്തെ പന്ന ഇലകളെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇനി ഒരു തുണിയിലിട്ട് നല്ലതുപോലെ വെള്ളം മാറ്റിയെടുക്കണം. ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇതിൽ ഒട്ടും നനവില്ല. ഇനി ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുന്നത് കൊണ്ട് കറിയിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ബാക്കി മല്ലിയിലയും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. മല്ലിയില ചെയ്തതുപോലെ തന്നെ പുതിനയിലയും അരിഞ്ഞെടുക്കാം. ഇനി ഇത് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. മാസങ്ങളോളം ഇരിക്കും. ഇതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ച മല്ലിയിലയാണിത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ മാത്രം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഒത്തിരി നേരം വെളിയിൽ വയ്ക്കരുത്.